ആം ആദ്മി പാർട്ടി വലിയ തോതിൽ വാഗ്ദാനങ്ങളുമായി വന്ന് കൊള്ളസംഘമായി മാറിയ തിക്താനുഭവം ജനങ്ങളുടെ മുമ്പിൽ നല്ലപോലെ നിഴലിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാകുമ്പോൾ 2 അല്ല 100 വട്ടം ചിന്തിക്കേണ്ട സാഹചര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഏത് സംസ്ഥാനത്ത് കടന്നുകൂടാൻ കഴിയും എന്ന് അഭിജിത്ത് ദീപ്കയും സംഘവും കൃത്യമായി റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് അവർ പ്രശാന്ത് ഭൂഷണെ പോലുള്ളവരെ കൃത്യമായി വിലക്കെടുക്കാൻ പറ്റുമോ എന്നുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ വരെയുണ്ട്. അവരെയൊക്കെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ BJPയെ വെല്ലുവിളി ഉയർത്താൻ ഒരു ശ്രമം നടത്തുമോ എന്നുള്ളത് കാത്തു കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയുന്ന മേഖലയിലെല്ലാം സഹകരിക്കാൻ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും അണിയറയിലുണ്ട്. ഗുജറാത്തിലും BJP ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വോളണ്ടിയർമാരെ വിന്യസിക്കാനും അവർ കോൺഗ്രസുമായി ചേർന്ന് സമാഹരിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും വേണ്ടി അണിയറയിൽ തയ്യാറെടുക്കുന്നു എന്ന് കൃത്യമായി ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. ഗോദി മീഡിയകൾ ഇതിനെ വളച്ചൊടിക്കുകയാണ്. ഗോദി മീഡിയകൾ പറയുന്നത് രാജ്യദ്രോഹികളായിട്ടുള്ള ചില ആളുകളാണ് ഇത്തരത്തിൽ തെറ്റായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ഈ രാജ്യത്തിന്റെ സന്തുലിത അവസ്ഥ തകർക്കാൻ ശ്രമിക്കുന്നത്, ഈ രാജ്യത്തെ പുറകോട്ടടിക്കുന്നത്, വികസന മുരടിപ്പ് ഉണ്ടാക്കാനും ഇത്തരമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തി പ്രൊപ്പഗാൻഡ തിയറിയുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഒക്കെ പറയുകയാണ്. വാസ്തവത്തിൽ എന്താണ് സത്യം? ഈ രാജ്യത്ത് കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സമയത്ത് ലോക്ക്ഡൌൺ നടപടികൾ പ്രധാനമന്ത്രി നടത്തിയത് ഏകപക്ഷീയമായ. ഈ രാജ്യത്ത് വാക്സിൻ വിതരണം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം, ഈ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള മോദിയുടെ 12 കൊല്ലത്തെ ഭരണം, ഇതെല്ലാം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അഭിജിത്ത് ദീപ്കെ ഈ രാജ്യത്തോട് തുറന്നു കാട്ടാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അതിന് ചില്ലറ കരുത്തൊന്നും പോരാ, മനക്കരുത്ത് യഥേഷ്ടം വേണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആവർത്തിച്ച് അത് ഉരുവിടാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അഭിജിത്ത് ദീപ്കയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി അല്ല മത്സരിക്കുന്നതെങ്കിൽ അഭിജിത്ത് ദീപ്കയുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ വോളണ്ടിയർമാരെ കോൺഗ്രസ് അംഗീകരിക്കുകയും അവരെ നേതൃനിരയിൽ എത്തിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുമെന്ന് വ്യക്തം.